ഫ്രണ്ട്സ്, നമുക്കൊന്ന് കുറച്ച് ഇറിഗേഷൻ സിസ്റ്റംസ് അല്ലെങ്കിൽ ക്രോപ്സിനെയൊക്കെ നനയ്ക്കുന്ന കുറച്ച് രീതികൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫറോ ഇറിഗേഷൻ സിസ്റ്റം. എന്നുവെച്ചാൽ ഇങ്ങനെ ചാല് കയറി വെള്ളത്തിനെ കടത്തിവിട്ട് ക്രോപ്സിനെ നനയ്ക്കുന്ന രീതിയാണ് ഫറോ ഇറിഗേഷൻ സിസ്റ്റം. ഇത് കണ്ടില്ലേ, ഇതിവിടെ ഇങ്ങനെ വലിയ ഒരു തോട് പോകുന്നു, അതിനെ വട്ടം കെട്ടി ചിറ നിർമ്മിച്ചിട്ട് അവിടുത്തെ വെള്ളം ഇങ്ങോട്ടേക്ക് തടഞ്ഞു കയറ്റി ഇവിടെ നിൽക്കുന്ന ഈ വാഴ അതുപോലെയുള്ള അപ്പുറമുള്ള തെങ്ങ് ഇതിനെയൊക്കെ ഇറിഗേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ചാനലുകളിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ നനവ് മണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ക്രോപ്സിന് കിട്ടുകയാണ്. അതാണ് ഫറോ ഇറിഗേഷൻ സിസ്റ്റം. ഇത് കുറച്ചും കൂടി ഇനീഷ്യൽ ലേബർ കൂടുതലാണെങ്കിലും അത്യാവശ്യം വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റം നമ്മളും വേറെ പ്ലോട്ടുകളിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം കുറച്ചും കൂടി ലേബർ ഓറിയൻറ്റഡ് ആണ്. ചിലപ്പോഴെങ്കിലും ചില ക്രോപ്സിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ചെല്ലേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ കോരി ഒഴിച്ച് ക്രോപ്സിനെ നനയ്ക്കേണ്ടി വരും. പിന്നെ വളമെല്ലാം കൂടി ഇട്ടിട്ട് പിന്നീട് നനയ്ക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ തന്നെ പിന്നെയും വെള്ളം കോരി ഒഴിച്ച് നനയ്ക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡ്രോബാക്ക് ഇതിനുണ്ട്. ചെടികളുടെ ചുവട്ടിലേക്ക് വെള്ളം ചെന്ന് അതിനെ നനയ്ക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് ഇതിനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രോബാക്കുകളെല്ലാം നമ്മളത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിങ്ക്ലർ വയ്ക്കുകയാണ്. ഇപ്പോൾ ഈ പ്ലോട്ടിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ സിസ്റ്റമാണ്. ഇവിടെ നിൽക്കുന്ന വാഴ, പിന്നെ ചെറിയ തെങ്ങ്, ഇതിനൊക്കെ നനയ്ക്കുന്നത് ഇപ്പോൾ സ്പ്രിങ്ക്ലർ വെച്ച് നനയ്ക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി സ്പേസ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്ന ഒരു സ്പ്രിങ്ക്ലറാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പലതായിട്ട് ഇപ്പോൾ ഈ പ്ലോട്ടിൽ തന്നെ ഏകദേശം ഒരു 5 സ്പ്രിങ്ക്ലർ വെച്ചിട്ടാണ് ഈ പ്ലോട്ട് നനച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഫ്ലഡ് ഇറിഗേഷൻ സിസ്റ്റം. അത് നമ്മൾ വെള്ളം ഇങ്ങനെ തടത്തിൽ കെട്ടി നിർത്തുകയാണ്. ഇതിപ്പോൾ ജാതിയുടെ ചുവട്ടിലേക്കാണ് വെള്ളം ഒഴിച്ചിങ്ങനെ നിർത്തിയിരിക്കുന്നത്. എങ്കിലും ജാതിക്കൊക്കെ ഫ്ലഡിനേക്കാൾ നല്ലത് സ്പ്രിങ്ക്ലർ വെച്ചിട്ട്, ചെറിയ സ്പ്രിങ്ക്ലർ വെച്ചിട്ട് മേൽമണ്ണ് ഇങ്ങനെ ചെറിയ രീതിയിൽ നനയ്ക്കുന്ന ഇറിഗേഷനാണ് ജാതിക്കൊക്കെ നല്ലത് ഫ്ലഡിനേക്കാളും. ഈ കാണുന്നതാണ് റെയിൻ ഗൺ. റെയിൻ ഗൺ എന്ന് വെച്ചാൽ നിങ്ങൾ ചിലരെ കണ്ടിട്ടുണ്ടാവും. അമിതമായിട്ട് വെള്ളം നമുക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നല്ല അത്യാവശ്യം പവർഫുള്ളായിട്ടൊരു മോട്ടർ ഉണ്ടെങ്കിൽ നമുക്കത് വെള്ളം ധാരാളമായിട്ട് സപ്ലൈ ചെയ്യാം. ഒരു വലിയൊരു സ്പ്രിങ്ക്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ലാർജ് ഏരിയ കവർ ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് തന്നെ ചെയ്യാം.